എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മോട്ടിവേഷൻ ആണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ തോന്നി, ജസ്റ്റ് നമ്മളത് ഡിസ്കസ് ചെയ്ത് പോകുന്നു മാത്രം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മൾ നല്ല രീതിയിലൊക്കെ പഠിച്ചിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റാത്തൊരു റീസണെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫേസ് ചെയ്യുന്ന, അതായത് പഠിച്ചിട്ട് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റാത്ത ആൾക്കാർ അല്ലെങ്കിൽ ജോലി കിട്ടാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ LDC അതേപോലെ തന്നെ LGS എക്സാമുകളിൽ അത്രയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ, അതായത് അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാത്ത ആൾക്കാർക്കായിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ യൂസ്ഫുൾ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ആ ഒരു രീതി. നമ്മളെല്ലാവരും പലരും പല രീതിയിലായിരിക്കും പഠിക്കുക അല്ലേ. അപ്പോൾ ചില ആൾക്കാർ പഠിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓപ്ഷൻസ് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഓപ്ഷനിൽ നിന്ന് മാത്രമായിട്ട് ആൻസർ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ബബിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട്, അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു എസ്സേ പറയാൻ പറ്റുന്ന രീതിയിൽ എല്ലാ പോയിൻറ്റ്സുകളും ഇൻക്ലൂഡ് ചെയ്തിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അതായത് ഈ തരത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഓപ്ഷൻ്റെ ആവശ്യമില്ല, അവർ പെട്ടെന്ന് തന്നെ ഉത്തരം പറയും. ഇപ്പോൾ ചിലവരുടെ അടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മൾ ചോദിക്കുമ്പോൾ പറയും ഓപ്ഷൻസ് പറയാമോ, 4 ഓപ്ഷൻസ് പറയാമോ, എന്നിട്ട് ഞാൻ ഉത്തരം പറയാമെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്ഷൻസ് കിട്ടാണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ നമ്മുടെ മൈൻഡിലേക്ക് വരണം. അതിപ്പോൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും, മാത്സിൻ്റെ കേസല്ല ഞാൻ പറയണത്, തിയറി ആയിട്ട് വരുന്ന ഏത് കേസാണെങ്കിലും ഈ പറഞ്ഞ പോലെ ആ ഒരു എന്താ പറയുക, ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ആൻസർ നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. ഓക്കെ, അല്ലാതെ ജസ്റ്റ് ഇപ്പോൾ ഓപ്ഷൻ കണ്ടിട്ട് മാത്രം ഉത്തരം പറയാമെന്നുള്ള രീതിയിലല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിക്കുന്നതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സാം ഹാളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഏത് ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലും നമുക്ക് അതിനനുസരിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലാണ്ട് ഓപ്ഷൻസ് കണ്ടിട്ട് മാത്രമല്ല, അല്ലാണ്ടും എല്ലാവരും ഒന്ന് പഠിച്ച് ശ്രമിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന രീതിയാണ്. നമ്മൾ ചിലപ്പോൾ കുറേ മണിക്കൂറുകളെടുത്ത് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ഇത്രയും കാര്യങ്ങൾ കുറച്ച് സമയം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ അത് മെമ്മറിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു IQ ലെവൽ അല്ലെങ്കിൽ ഒരു മെമ്മറിയുടെ കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നത് ഡിഫറൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് എത്ര ടൈം വേണം, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ, നിങ്ങളുടെ കാലിബർ അനുസരിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ചു കൊണ്ടുപോകണം. പഠിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷൻസും വെച്ചിട്ട് മാത്രമല്ല, അല്ലാണ്ട് എല്ലാ രീതിയിലും ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് തന്നെ എല്ലാവരും പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഒരു റീസൺ നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ വളരെ നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോൾ എനിക്ക് അറിയാവുന്ന തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരായിരിക്കും, പക്ഷേ ഇവർ റാങ്ക് ലിസ്റ്റിൽ വരുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ഞാനും ഇതേപോലെ ആലോചിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ഏത് ടെസ്റ്റ് നടത്തുമ്പോഴും അതിൽ ഫസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്. അപ്പോൾ അവരെന്തുകൊണ്ടാണ് വരാത്തേ എന്നുള്ള കാര്യം എനിക്ക് പിന്നീട് മനസ്സിലായൊരു കാര്യമാണ്. അതായത് നമ്മൾ എത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും ചില ദിവസം നമ്മൾ പറയില്ലേ, അതായത് എക്സാമിൻ്റെ ദിവസം എനിക്ക് കുളമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് കുറേ നെഗറ്റീവ് അടിച്ചു, അല്ലെങ്കിൽ എനിക്ക് കുറേ കെയർലെസ്നെസ് ഞാൻ വരുത്തി, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു റീസൺ എന്ന് പറയുന്നത് മുഴുവനായിട്ട് നമുക്ക് മടിയെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാത്തതിൻ്റെ ഉള്ള പോരായ്മയാണ് ആ കാണുന്നത് കേട്ടോ. കാരണം എക്സാം ഹാളിൽ നമ്മൾ 100 ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അതിൻ്റെ ഒരു ട്രയൽ നടത്തണം അല്ലേ. ഇപ്പോൾ സ്പോർട്സിൻ്റെ കേസാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മത്സരിക്കുന്നതിനേക്കാൾ മുമ്പ് എത്രയോ തവണ നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഏത് കാര്യമാണെങ്കിലും. ഇപ്പോൾ എക്സാമിൻ്റെ കേസാണെങ്കിൽ തന്നെ നമ്മൾ അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് ഏത് സബ്ജക്റ്റാണോ അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിലാണോ നിങ്ങൾ പുറകിൽ നിൽക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ട് അത് സ്ട്രോങ് ആക്കുക. അതെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് നെഗറ്റീവ് വരും അല്ലേ. അപ്പോൾ ആ നെഗറ്റീവ് വരുന്ന ടോപ്പിക്കുകൾ മനസ്സിലാക്കി എടുക്കുക. എനിക്ക് ഇന്ന പോർഷൻസിൽ നെഗറ്റീവ് അടിക്കുന്നുണ്ട്, അപ്പോൾ ആ ഒരു ടോപ്പിക്ക് ഞാൻ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങൾ സെൽഫായിട്ട് അനലൈസ് ചെയ്യണം. അല്ലാതെ ഇപ്പോൾ നമ്മളെന്തെങ്കിലും പഠിപ്പിക്കുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ ടീച്ചർ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറി വരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സെൽഫായിട്ട് അനലൈസ് ചെയ്യുക, ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾ വീക്ക്, ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾ വീക്ക് എന്നൊക്കെ നോക്കുക. അപ്പോൾ ഓരോ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴും അതിനകത്ത് ഒരു പ്രാവശ്യം വരുത്തിയിട്ടുള്ള മിസ്റ്റേക്ക് വീണ്ടും ആവർത്തിക്കാണ്ട് നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക്
എന്താ പറയുക ഫൈനലിൽ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യണം. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ 100 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ OMR ഷീറ്റ് പ്രിൻ്റ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ എങ്ങനെയാണോ എക്സാമിന് ഇരിക്കുന്നത് അതേപോലെ ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർക്ക് ഈ OMR ഷീറ്റ് അല്ലെങ്കിൽ OMRൽ ബബിൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ മാറിപ്പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്തൊക്കെ നമുക്ക് ആ ഒരു എന്താ പറയുക, അത് നമ്മൾ കുറച്ചും കൂടെ ക്വിക്ക് ആവുകയും ചെയ്യും, നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുകയും ചെയ്യും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. OMR ഷീറ്റിൽ തന്നെ ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ചിലവരുടെ ഓർഡറൊക്കെ മാറിപ്പോവും അല്ലേ. അപ്പോൾ അതൊക്കെ അങ്ങനെ നമ്മൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യമൊക്കെ ശരിയാവും. ചില ആൾക്കാർ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ പഠിച്ചു പോവും, ക്വസ്റ്റ്യൻ കിട്ടും, നമ്മൾ ആൻസർ ചെയ്ത് പോവും, പക്ഷേ OMRലായിരിക്കില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചേഞ്ചുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ വളരെ കംഫർട്ടായിട്ടുള്ള രീതിയിൽ, അതായത് നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കരുത്. അതായത് ഇപ്പോൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ പറ്റുമെങ്കിൽ നട്ടുച്ച സമയം നല്ല ചൂടുള്ള സമയം ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ ഇരുന്ന് എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ പറയില്ലേ ഉച്ച സമയം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എല്ലാവർക്കും ഒരു ഉറക്കം വരുന്നൊരു സമയം അല്ലേ, ബുദ്ധിയൊന്നും അധികം വർക്ക് ചെയ്യാത്ത ടൈം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈം സെലക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ നിങ്ങളൊരു ബുക്ക് വയ്ക്കുക, അതായത് സെൽഫ് അനാലിസിസിന് വേണ്ടിയിട്ടൊരു പുസ്തകം വയ്ക്കുക. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ എനിക്ക് ഇന്ന പോർഷൻസാണ് ഞാൻ നെഗറ്റീവ് അടിച്ചത്, എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് നിങ്ങൾ ശരിയാക്കുന്നുണ്ടോ എന്നും കൂടി നോക്കുക. ഓക്കെ, ഞാൻ ഉച്ചയ്ക്ക് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും എക്സാം ഹാളിൽ ഇരുന്നിട്ട് ചിലപ്പോൾ ഫാൻ വർക്ക് ചെയ്യുന്നില്ല അല്ലേ, അപ്പോൾ നമ്മൾ ആകെ വേർത്ത് പിന്നെ നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ മാറി എങ്ങനെയെങ്കിലും ഇതൊന്ന് എഴുതി പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ വരാം, നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം ഹാളിൽ ഫാനും എല്ലാം നല്ല പോസിറ്റീവായിട്ടുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതേപോലെയുള്ളൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ വീട്ടിൽ ഇതേപോലെ ഫാൻ ഇടാണ്ടോ അല്ലെങ്കിൽ ഉച്ച സമയത്തിരുന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക, OMR ഷീറ്റിൽ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് പറയാനുള്ളത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നൊരു പോയിന്റ് തന്നെയാണ്, പക്ഷേ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റിവിഷൻ അല്ലേ. റിവിഷൻ ചെയ്യണം. ഞാനിപ്പോൾ നമ്മുടെ പെയ്ഡ് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷിൻ്റെ പെയ്ഡ് ക്ലാസ് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് മലയാളത്തിൻ്റെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പോഴും നമ്മൾ സൺഡേ ഹോളിഡേ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സൺഡേ ഹോളിഡേ കൊടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാനീ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രം ഇങ്ങനെ കേട്ടുപോയാൽ പോരല്ലോ, അതെന്തായാലും ഒന്ന് റിവൈസ് ചെയ്യണം, അത് നമ്മുടെ മൈൻഡിൽ സെറ്റ് ആക്കണം. അപ്പോൾ റിവിഷന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ പുതിയതായിട്ട് പഠിക്കുന്ന എല്ലാം നമ്മളിങ്ങനെ ഫ്രഷ് എന്നുള്ള രീതിയിൽ പുതിയ കാര്യങ്ങൾ പഠിച്ചാൽ പോരാ. നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലാണ് അല്ലേ. പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ഓർമ്മയിൽ കൂടുതൽ നാൾ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലർ പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ സെറ്റാക്കണം. നമ്മൾ പഠിച്ചിട്ടുള്ള പോർഷനിൽ നിന്ന് നമ്മൾ തെറ്റിക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ വിഷമം വരിക. ഓക്കെ, അപ്പോൾ എപ്പോഴും അത് സേഫ് ആക്കി വെക്കാൻ എല്ലാവരും നോക്കുക. ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. കാരണം നമ്മുടെ എക്സാം എന്ന് പറയുന്നത് നാളെയോ മറ്റന്നാളൊന്നും അല്ല അല്ലേ, ചിലപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷം വരുന്ന എക്സാം ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, അതെല്ലാം പഠിച്ച് നല്ല വൃത്തിക്ക് പോവാം. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ സമയം അവിടെ പോവല്ലേ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഹെഡായിട്ട് പോവല്ലോ എന്നൊക്കെ വിചാരിക്കാം. പക്ഷേ ഈ ഒരു മെത്തേഡ് കീപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നെഗറ്റീവ് അടിക്കും, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും റിവൈസ് ചെയ്യുക, റിവിഷൻ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ബാക്കിയുള്ളവർ റിവൈസ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് നിങ്ങൾ റിവിഷൻ ചെയ്യാതിരിക്കരുത്, നിങ്ങൾ തീർച്ചയായിട്ടും റിവൈസ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും, നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ഇതേപോലത്തെ ഇഷ്യൂസോ അല്ലെങ്കിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരാത്തതിൻ്റെ റീസൺ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ, എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റട്ടെ. ഇനി ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട്, നല്ല രീതിയിൽ എല്ലാവരും പെർഫോം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. എല്ലാവരുടെയും കമൻസും കൂടെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. താങ്ക് യു ഓൾ.